ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കൃഷ്ണ ഓഡിയോയുടെ ഒരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് എന്ന് പറയുമ്പോൾ ഞാൻ രോഹിണിയിൽ ഒരു ആദർശികമായിട്ട് പോയപ്പം കണ്ടൊരു ബോർഡാണ്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു കുമാർ ഓഡിയോയുടെ ബോർഡിൽ പുതിയ റിലേ ഒക്കെ ഇട്ട് വന്നു, സ്പീക്കർ പ്രൊട്ടക്ഷനൊക്കെ ഇട്ട് വന്നു എന്ന് ഞാൻ വിചാരിച്ച്. ഒറ്റ നോട്ടത്തിൽ കുമാർ ഓഡിയോയുടെ ഒരു ലുക്കൊക്കെ എനിക്ക് ഇതിന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചും പറഞ്ഞു, അവർ പറഞ്ഞു ഇല്ല, പുതിയൊരു ബോർഡാണിത്, കൃഷ്ണ ഓഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു വർക്കിങ്ങും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിങ്ങ് എടുത്തിട്ട് വന്നതാണ്. ഇപ്പോൾ എക്സ്ട്രീം ബാസ് എന്നാണ് ഇതിൻ്റെ ഒരു ഇതവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരിത് മെയിനായിട്ട് ഇറക്കിയിട്ടുള്ളത് സബ് വൂഫറിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതവർ ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, കൂടാതെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം എടുത്ത് പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കമ്പോണൻസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻബിൽറ്റായിട്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഡോട്ടിൻ്റെ റിലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല റിലേ ആണ്. ഡോട്ടിൻ്റെ റിലേ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം വിലയുള്ള ഒരു റിലേ ആണ് ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് കൂടെ 30 ആമ്പിയർ റിലേ ആണ്. അത് കൂടാതെ തന്നെ ഈ ഒരു റിലേ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 24/024 AC സപ്ലൈ ഡയറക്റ്റ്. അപ്പോൾ ഫിൽറ്റർ കപ്പാസിറ്ററും അതിൻ്റെ ഡയോഡെല്ലാം അവരിവിടെ കൊടുത്തിട്ടുണ്ട്, റെഗുലേറ്റർ IC എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ട്രാൻസ്ഫോമർ മാത്രം ഇതിലേക്ക് കൊടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ വയ്ക്കേണ്ട ഒരു ആവശ്യം നമുക്കിവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് കണ്ടില്ലേ, ഇൻപുട്ട് ഇവിടെയാണ് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഉള്ളത്. കൂടാതെ തന്നെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഒരു പ്രീസെറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അവർ, അല്ലെങ്കിൽ ഒരു പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻപുട്ട് സിഗ്നൽസിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീക്കർ ഔട്ട്പുട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് സോൾവ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രീൻ LED കാണാനായിട്ട് പറ്റും. ബോർഡ് ഓണായി സ്പീക്കർ പ്രൊട്ടക്ഷൻ ഓൺ ആകുമ്പോൾ ഈ ഒരു LED കത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് പോസിറ്റീവായിട്ട് ഈ ഗ്രൗണ്ട് പവർ സപ്ലൈ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ട് കൊടുക്കേണ്ട സ്ഥലം ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം ക്ലീനാണ് അവരുടെ ബോർഡ്, നല്ല വൃത്തിക്കും ഭംഗിക്കും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഇനി മറ്റൊരു കാര്യം, തോഷിബയുടെ 52001943 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. TTA TTC സീരീസിൽ വരുന്ന ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് അവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 6 ട്രാൻസിസ്റ്റേഴ്സ് മൊത്തം വരുന്നുണ്ട്, 3 പെയറായിട്ടാണ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വർക്കിംഗ് നോക്കിയപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല ഗെയിനുള്ള ഫിൽറ്റർ നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടത്തുള്ളൂ. അത് ഈ ബോർഡിൽ എന്നുള്ളതല്ല. ഇപ്പോഴേ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, സബ് വൂഫറിന് ഒരു ബേസ് അത്ര പോരാ, ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നത് കുറവാണ് എന്ന് പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ക്ലാസ് D ബോർഡും ക്ലാസ് AB മോസ്ഫെറ്റ് ബോർഡുകളിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. നല്ല ഗെയിനുള്ള ഫിൽറ്ററുകൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ JBL ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു JBL ഫിൽറ്റർ വാങ്ങി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ AB ഇലക്ട്രോണിക്സിൻ്റെ സബ് വൂഫർ ഫിൽറ്റർ വരുന്നുണ്ട്. ഒരു 200-250 ആ റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അത് കൊള്ളാം. പിന്നെ സോണിയുടെ സർക്യൂട്ടിൽ VI ഓഡിയോ ചെയ്തിട്ടുള്ള ഒരു സബ് ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഫിൽറ്റർ നല്ല അടിപൊളി ഫിൽറ്ററാണ്. അതൊക്കെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു പരാതിയായിട്ട് പറയത്തില്ല. ഗെയിന് കിട്ടുന്നില്ല, ഓഡിയോ അത്ര പവർ ഇല്ല എന്നൊന്നും നിങ്ങൾ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ നല്ല ഫിൽറ്ററുകൾ വാങ്ങി നിങ്ങൾ ഇതുപോലത്തെ സബ് വൂഫർ ബോർഡ് വാങ്ങുമ്പോൾ 2-3 ഫിൽറ്ററൊക്കെ വാങ്ങി വച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. അല്ലാതെ നമ്മൾ ഈ ഒരു ബോർഡിൽ എത്ര സിഗ്നൽ ആണോ കൊടുക്കുന്നത്, എങ്ങനത്തെ സിഗ്നലാണോ കൊടുക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ
കൊടുക്കുന്ന സിഗ്നല് നല്ലൊരു ക്വാളിറ്റിയുള്ള സിഗ്നലാണെങ്കിൽ അതുപോലെ ആയിരിക്കും ഒരു ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില ആൾക്കാർ പറയാറുണ്ട് ഈ സബ് വൂഫർ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വോളിയം കൂട്ടുമ്പോൾ കിർ എന്നൊരു സൗണ്ട് കേൾക്കുന്നു എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഈ JBL, പയനിയർ, സോണി പോലുള്ള സബ് വൂഫറിന് അത് വളരെ കുറവാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഇനി വരുന്ന ലോക്കൽ ബ്രാൻഡ് സബ് വൂഫേഴ്സും നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. നിതിൻ സോണിക്, അർഗോക്സ് ഒക്കെ ഇങ്ങനെയൊക്കെ പേരുള്ള സബ് വൂഫറുകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സബ് വൂഫറുകൾ അല്ലെങ്കിൽ ഈ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന സബ് വൂഫറുകളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം അധികമായിട്ട് കാണാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ളൊരു ഗെയിൻ അല്ലെങ്കിൽ കുറച്ച് അതിന് ഒരു പരിധിയുണ്ട്. അതിന് മുകളിലോട്ടൊരു വാട്സോ അല്ലെങ്കിൽ ഒരു ഗെയിനോ ഒക്കെ അതിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ അതിന് താങ്ങാൻ പറ്റാതെ വരുമ്പോഴുള്ളൊരു സൗണ്ടാണ് അങ്ങനെ ഒരു കിർക്കിർ സൗണ്ട് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഡിസ്ട്രോഷൻ ആയിരിക്കും അങ്ങനെ ഒരു കിർക്കിർ സൗണ്ട് എന്ന് പറഞ്ഞ സംഭവം കേൾക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗെയിനുള്ള ഫിൽറ്ററൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായാലും ഇല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഗെയിൻ ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സബ് വൂഫറിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഇതിൽ ഫിക്സ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വോളിയം കൂട്ടി വരുമ്പോൾ അങ്ങനത്തെ ഒരു പതർച്ച പോലുള്ളൊരു സംഭവം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഊഫറിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പവർ, അതിലൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ലോക്കൽ ബ്രാൻഡിൽ 200, 300, 500, 600 എന്നൊക്കെ പറയുകയാണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ അത്രയും കിട്ടണമെന്നുള്ളത് അത്ര ഉറപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഹൈ പവർ, ഇതിപ്പം 300 വാട്ട്സ് മാക്സിമം ഇതിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നത് 300 വാട്ട്സ് ആണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ അത്രയും പവർ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 100, 150 വാട്ട്സിന് മുകളിലോട്ടായിരിക്കുമല്ലോ നമ്മൾ ചിലപ്പോൾ അത് എടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 300 വാട്ട്സ്, 250, 300 വാട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 2 പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ചെവിയും തലയൊക്കെ വേദന എടുത്ത് തുടങ്ങും. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഒരു 150, 100, 150 വാട്ട്സ് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പതർച്ച പോലെയുള്ളൊരു ഫീല്, അതിപ്പോൾ ഏത് ബോർഡായാലും ഒരു പതർച്ച പോലുള്ളൊരു ഫീല് വരുവാണെങ്കിൽ ഗെയിനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സബ് വൂഫറായിട്ട് അതൊന്ന് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഏകദേശ പ്രശ്നങ്ങളും തീർന്നു കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കൊടുക്കേണ്ട വോൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 27/27 മുതലുള്ള ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് 30/30, 35/35, 40/40 വരെയൊക്കെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ ഒരു DC 40/40 DC ഒരു 50, 53, 54 വോൾട്ടോളം നമുക്ക് വരും. അത്രയും കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചാലും വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. നല്ല ഹെവി ആയിട്ടൊരു ഹീറ്റ് സിങ്ക് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ഹീറ്റ് സിങ്ക് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾ നല്ലൊരു ഫാന് മസ്റ്റായിട്ടും ഇതിനകത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഹൈ വോൾട്ട് 40 വോൾട്ട് AC ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ബോർഡ് നല്ല രീതിയിൽ ഹീറ്റ് ആവും. അത്യാവശ്യം ഹീറ്റുള്ളൊരു ബോർഡ് തന്നെയാണ്. അപ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ബോർഡുകൾ എപ്പോഴും ഹീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നല്ല ഹീറ്റുള്ളൊരു ബോർഡ് ആയതുകൊണ്ട് നിങ്ങൾ ഒരു ഫാന് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 27/27 ഒക്കെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ, അവർക്കും ഫാന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫാന് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ ബോർഡിൻ്റെ ലൈഫിനത് നല്ലത് തന്നെ ആയിരിക്കും. പിന്നെ ആംബിയർ പറയുമ്പോൾ നിങ്ങൾ ഒരു 8 ആംബിയർ കൊടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുക. 6 ആംബിയർ, 8 ആംബിയർ ഒക്കെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതിയാവും. നമ്മൾ ഓവറായിട്ട് ആംബിയർ കൊടുത്ത്, അതായത് ആംബിയർ കൂട്ടി വരുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പൈസ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നിങ്ങൾ ആംബിയർ കൊടുത്താൽ മതിയാവും. കാരണം ഈ ബ്രാൻഡഡ് സെറ്റുകളൊക്കെ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് സബ് വൂഫറിൻ്റെ ക്യാമ്പ് തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെ ട്രാൻസ്ഫോമറൊക്കെ വളരെ ചെറുതായിരിക്കും. പക്ഷേ അതിൻ്റെ വോൾട്ടേജ് 90 വോൾട്ട്, 100 വോൾട്ടൊക്കെ കാണും. ആംബിയർ കുറച്ച് കുറവായിരിക്കും. അതിന് 3, 4 ആംബിയർ ഒക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിൽ കാണുന്നത്. അല്ലെങ്കിൽ 5 ആംബിയർ അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ആംബിയർ കാണുന്നത്. അപ്പോൾ അവരുടെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയർ കുറച്ച് വോൾട്ട് കൂട്ടിയാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ കപ്പാസിറ്ററൊക്കെ ഒരുപാട് ഇട്ടേക്കും. നമുക്കും അങ്ങനെയൊക്കെ ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കുറച്ച് വോൾട്ട് കൂട്ടി ആംബിയർ കുറച്ചെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നിങ്ങളെന്തായാലും ഇതിനൊരു 6 ആംബിയർ അല്ലെങ്കിൽ 8 ആംബിയർ ട്രാൻസ്ഫോമർ കൊടുത്താൽ 10 ആംബിയറിൻ്റെ ഒന്നും ഒരു ആവശ്യകത വരും എന്നെനിക്ക് തോന്നുന്നില്ല. കാര്യം അത്രയും ഒരു ഹൈ ലെവലിലോട്ട് നിങ്ങൾ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തലവേദന, ചെവി വേദന, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ സൗണ്ടിനോട് തന്നെ നിങ്ങൾ വെറുപ്പ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ്.
അപ്പോൾ മാന്യമായിട്ട് 6 ആമ്പിയറോ 8 ആമ്പിയറോ ട്രാൻസ്ഫോമർ മതിയാവും ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കും. 10,000 UF-ൻ്റെ 2 കപ്പാസിറ്റർ മതിയാവും. നിങ്ങൾ ഓവറായിട്ട് കപ്പാസിറ്റർ 4, 5 ഒന്നും മാറി ഇടേണ്ട ഒരു ആവശ്യമില്ല. 10,000 UF-ൻ്റെ 2 കപ്പാസിറ്റർ ഇട്ട് ഇവിടെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 24/24 കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയോ സിഗ്നലും കൊടുത്ത് സ്പീക്കർ ഔട്ട്പുട്ട് എടുത്ത് കഴിഞ്ഞാൽ സ്പീക്കർ മാന്യമായിട്ട് വർക്ക് ചെയ്യും. നല്ല ബോർഡ് തന്നെയാണ്, അടിപൊളി ബോർഡാണ്. അപ്പോൾ ഈ ഒരു കുമാർ ഓഡിയോസിൻ്റെയൊക്കെ ഒരു ഏകദേശം ആ ഒരു വിലയ്ക്കകത്താണ് ഇതിൻ്റെ ഒരു വിലയും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വില ഡയറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് രോഹിണി ഇലക്ട്രോണിക്സ് ധാരപ്പറമ്പ് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ബോർഡ് വാങ്ങാവുന്നതാണ്. ഇനി കമ്പോണൻസിൻ്റെ സൈഡിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സാംബയുടെ കപ്പാസിറ്റർ തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ള. പിന്നെ ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്ററൊക്കെ നോക്കുവാണെങ്കിൽ 1% റെസിസ്റ്റേഴ്സ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ്. 1% ഓഡിയോ ഗ്രേഡ് 1% റെസിസ്റ്റേഴ്സ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറച്ച് വാട്ട് കൂടിയത് മാത്രമാണ് സാധാ ഇത് ഉപയോഗിച്ചിട്ടുള്ള. ബാക്കിയുള്ള എല്ലാം തന്നെ നല്ല റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കപ്പാസിറ്ററും സാംബയുടെയും 3Nixും സാംബയും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത കമ്പനി തന്നെയാണ് ഇതൊക്കെ. കമ്പോണൻസ് ക്വാളിറ്റി സൂപ്പറാണ്. അതുപോലെ തന്നെ ഓഡിയോ പെർഫോമൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഗെയിനുള്ള ഒരു ഫിൽറ്റർ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വർക്കിംഗ് കിട്ടും. അപ്പോൾ നല്ലൊരു ബോർഡ് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ വളരെ നന്ദി. കൃഷ്ണ ഓഡിയോസ് എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ കണ്ടപ്പോൾ കുമാർ ഓഡിയോയുടെ ബോർഡ് പോലെ തോന്നി ആണ് എൻ്റെ ഒരു ആകർഷണം ആ ബോർഡിലേക്ക് പോയത്. അപ്പോൾ അവർ ചോദിച്ചപ്പോഴും പറഞ്ഞില്ലേ പുതിയൊരു കമ്പനിയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ഓക്കെ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഉൾപ്പെടുത്താവുന്ന ഒരു ബോഡി തന്നെയാണ്. പിന്നെ ഇതിനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SMD കമ്പോണൻസ് ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രത്യേകത. കുമാറിൻ്റെ ബോർഡൊക്കെ എടുക്കണമെങ്കിൽ SMD കമ്പോണൻസ് അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് SMD കമ്പോണൻസ് ഇല്ല. പിന്നെ ആ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും വെറുപ്പ് തോന്നിക്കുന്നതായിരിക്കും ഗെയിൻ മോഡുകൾ, അതിൻ്റെ മുകളിൽ ചെയ്യുന്ന ഗെയിൻ മോഡുകളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ബോർഡ് സർവീസബിളാണ്. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങൾക്ക് വർക്ക് അറിയാവുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് സർവീസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കമ്പോണൻസ് വാല്യൂസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് എടുക്കാൻ പറ്റും. നല്ലൊരു ബോഡി തന്നെയാണ്. അപ്പോൾ 300 വാട്ട് മാക്സിമം എടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വാങ്ങാവുന്ന ഒരു അടിപൊളി ബോഡി തന്നെയാണ് കൃഷ്ണ ഓഡിയോയുടെ ഒരു ബോർഡ്. വർക്കിങ്ങും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നല്ല മാന്യമായിട്ടുള്ള വർക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബോർഡ് ആവശ്യമുണ്ടെങ്കിൽ രോഹിണി ഇലക്ട്രോണിക്സിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.